ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പൊ ബൈ ബൈ, നിഹാരിക വ്ലോഗ്. ഇതേതാണ് ഒരു പുതിയ വീഡിയോനകത്ത്? ഇതാരാണ് അയച്ചത്? വാട്സാപ്പിൽ വല്ല വന്ന വീഡിയോ ആണിത്. ഞാനല്ലേ ഇത്? ഇതാരാണ് ഈ വീഡിയോ എടുത്തത്? ലക്ഷ്മിയുടെ മോളുടെ കേസ് അറിഞ്ഞില്ലേ? അല്ല, ആ കുട്ടി മോളുടെ ഒപ്പല്ലേ പഠിച്ചിരുന്നത്? അപ്പൊ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൊന്നും വന്നില്ലേ? അപ്പാ ഇത് നമ്മുടെ പരദൂഷണം പത്മ ചേച്ചിയാണല്ലോ. അവരെന്നാണ് ഇങ്ങോട്ട് വന്നതിന്? ആ, അവളെ പോലെ ഉള്ളവളായിട്ടേ കൂട്ടുകൂടിയിട്ട് ഇങ്ങോട്ട് വന്നാ ഇവളുടെ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. അമ്മയുടെ വീഡിയോ ഉണ്ടല്ലോ. അല്ല, ഞാൻ എന്റെ വീഡിയോ എടുത്താരണപ്പാ. ചിലപ്പോ ഞാൻ വീഡിയോ എടുത്തിട്ട് അമ്മ എടുത്തായിരിക്കും. എനിക്ക് അയച്ചു തന്നായിരിക്കും. അമ്മയോട് ചോദിച്ചു നോക്കാം. അമ്മേ, എന്താടി? ആ പത്മ ചേച്ചി പോയ അമ്മേ? ഏത് പത്മജ? പരദൂഷണം പറയണ പത്മ ചേച്ചി ഇല്ലേ? അതിന് അവളെപ്പോ വന്ന്? കുറച്ചു മുന്നേ വന്നില്ലേ? നിനക്ക് വീഡിയോ എടുത്തെടുത്ത് പ്രാന്തായ? അവളൊന്നും ഇങ്ങോട്ട് വന്നില്ല. അപ്പൊ ഞാൻ വീഡിയോയില് കണ്ടല്ല. ഏത് വീഡിയോന്റെ കാര്യടി നീ പറഞ്ഞു കൂട്ടണത്? അതമ്മേ, രേഖ ചേച്ചി, പത്മജയാണേ. എന്റെ പൊന്ന് പത്മജയെ, നിനക്ക് 100 ആയുസാണല്ല. ഇപ്പതേ ഇവള് നിന്റെ കാര്യം പറഞ്ഞ് നാവുള്ളിൽ ഇട്ടേ ഉള്ളൂ. അപ്പൊ മോക്ക് ഈ പത്മജ ചേച്ചിയോട് ഇഷ്ടമുണ്ട്. എത്ര നാളായടി നീ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? നീ വന്നാലേ നാട്ടിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഞാനത് ഇന്നലെയും കൂടി ചേട്ടനോട് പറഞ്ഞോളൂ. ഇങ്ങോട്ട് ഞാൻ വരണമെങ്കിൽ അത്രക്ക് നല്ല കാര്യം കിട്ടണ്ടേ ചേച്ചി? എന്താടി പുതിയ വിശേഷം? ലക്ഷ്മിയുടെ മോളുടെ കേസ് അറിഞ്ഞില്ലേ? അല്ല, ആ കുട്ടി മോളുടെ ഒപ്പല്ലേ പഠിച്ചിരുന്നത്? അപ്പൊ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൊന്നും വന്നില്ലേ? അപ്പാ ഈ ഡയലോഗല്ലേ ഞാൻ കുറച്ചു മുന്നേ വീഡിയോയിൽ കണ്ടത്? അല്ല മോളെ, മോളെന്താണ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണത്? മോള് വാട്സാപ്പ് ഗ്രൂപ്പ് അപ്പ തുറന്നൊന്നും നോക്കാറില്ലേ? അയ്യോ, അത് ഇവള് ഫുൾ ടൈം ഫോണിലാണ്. എന്നിട്ട് നീ അറിഞ്ഞില്ലേ അവളുടെ കാര്യം? അതമ്മേ, ഞാനൊന്നും കണ്ടില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിലൊന്നും വന്നില്ല. അല്ലടി പത്മജ, എന്തായിരുന്നു കാര്യം? എന്റെ രേഖ ചേച്ചി, ലക്ഷ്മിയുടെ മോള് ബാംഗ്ലൂര് പോയി പഠിക്കാൻ പോയ കാര്യം ഞാൻ ഒരു തവണ വന്നപ്പോ പറഞ്ഞില്ലേ? അന്നല്ലേ ആ സിദ്ധുവായിട്ട് ഞാനൊന്ന് ഉടക്കിയത് ആ കാര്യം പറഞ്ഞോണ്ട്. ആ പെണ്ണാണെങ്കിൽ അവിടെ കുറച്ചാളായിട്ട് ഒരാളായിട്ട് ലിവിങ് ടുഗദർ എങ്ങാണ്ടും ആയിരുന്നു. അവൻ ഈ കഞ്ചാവൊക്കെ അടിക്കുന്ന ചെക്കനാണേ. അവൻ ആ പെണ്ണിനെയും കഞ്ചാവും കൊണ്ട് പോയിട്ട് കർണാടക പോലീസ് പിടിച്ചെന്ന്. എന്റെ തമ്പുരാനേ. അന്നേ ലക്ഷ്മി മോളെ ബാംഗ്ലൂര് ചേർത്ത കാര്യം പറഞ്ഞപ്പോ ഞാൻ കുടുംബശ്രീയിൽ എന്ന് പറഞ്ഞ പെണ്ണ് നാട്ടിലെ തരക്കേടില്ലാത്ത പ്രശ്നത്തിലൊക്കെ ഉണ്ട്, എന്തിനാണ് വെറുതെ ബാംഗ്ലൂർ കൊണ്ട് ചേർക്കണമെന്ന് പറഞ്ഞപ്പോ ലക്ഷ്മിയുടെ നാത്തൂൻ സിന്ധു എന്നെ കൊണ്ടുപോകാൻ ചീത്ത പറഞ്ഞില്ല ആൾക്കാർ മുന്നിലേക്ക് ഇട്ട്. ഇപ്പൊ എന്തായി? പത്മജ പറഞ്ഞ പോലെ തന്നെ ആയില്ലേ? കഞ്ചാവ് കടത്തുന്നൊക്കെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളറിയണ പെൺകൊച്ചി കഞ്ചാവ് കടത്താന്ന് പറഞ്ഞ ദൈവമേ, അങ്ങനെ നമ്മുടെ നാടും ഫേമസ് ആയി. എന്നാലും നീ എന്താടി ഇതൊന്നും അറിയാഞ്ഞത്? ഇത് ഞാൻ ചെറുതായിട്ട് അറിഞ്ഞായിരുന്നു, അമ്മയോട് പറയണം വിചാരിച്ചു, പക്ഷെ മറന്നുപോയി. അല്ലെങ്കിൽ നിന്നെയും കൊണ്ട് എനിക്ക് ഉപകാരമൊന്നുമില്ല, ഉപദ്രവം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ബാക്കി പറ പത്മജേ. എന്നിട്ട് എന്ത്? 10-20 ദിവസത്തേക്ക് ആ പെണ്ണിനെ റിമാൻഡ് ചെയ്തേക്കാണെന്ന് പറയണ്. ഇപ്പൊ ലക്ഷ്മിയും കെട്ടിയവനും കൂടി കഴിഞ്ഞ തിങ്കളാഴ്ച അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു.
പോയ പാർക്ക് പോയി, ലക്ഷ്മിക്കും ഭർത്താവിനും പോയി, പിന്നെ ആ താഴെയുള്ള 2 പിള്ളേരുടെ ഭാവിയും പോയി. സത്യം. മോളെ, അവളായിട്ട് എന്തെങ്കിലും കൂട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്കിട്ടാ. അതുപോലെ ഫോൺ നമ്പർ അങ്ങോട്ട് കളഞ്ഞേക്ക്. ഇത് അന്വേഷണമൊക്കെ വന്നിട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ, അവളെ പോലെ ഉള്ളവളായിട്ടേ കൂട്ടുകൂടിയിട്ട് ഇങ്ങോട്ട് വന്നാ ഇവളുടെ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. ആ, വീഡിയോ കണ്ട അതേ സീൻ, അതേ ഡയലോഗ്. മോളെ, മോളുടെ ബ്ലോഗൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടാ. എന്തെന്നാണ് ചാനലിന്റെ പേര്? നിഹാരിക വ്ലോഗ്സ്. ആ, അതന്നെ. ഒരു ദിവസം കൈയില്ലാത്ത പച്ചുടുപ്പിട്ടിട്ട് ഒരു വ്ലോഗ് എടുത്തില്ലേ? അതാ കുടുംബശ്രീയില് ആരോ ഗ്രൂപ്പില് ആരോ ഇട്ട്. പിന്നെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയണേ. ഷൂ, എനിക്കവിടെ എന്തോ പോലെ പോയി. എനിക്കാണെങ്കിൽ ഈ ഫോണും കുന്ത്രാണ്ടൊന്നും പിടിച്ചിട്ട് നടക്കണം എനിക്കിഷ്ടമല്ല. പക്ഷെ അച്ഛൻ ഫുൾ സപ്പോർട്ടാണ്. അയ്യോ, മോള് ഇതിലൂടെ വീഡിയോ ചെയ്ത് കുറെ നാൾ കഴിയുമ്പോൾ കുറെ പൈസ കിട്ടുമെന്നാണ് പുള്ളി പറയണത്, ഇവളും പറയണത്. എനിക്ക് ആ പൈസ വേണ്ടെന്നാലും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ഇനിയിപ്പോൾ ഈ നാട്ടിൽ നിന്നൊന്നും ചെക്കന്മാരെ കിട്ടൂല ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്ത് നടക്കണോണ്ടേ. അല്ല മോളെ, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസയൊക്കെ കിട്ടി തുടങ്ങിയ? എൻ്റെ പൊന്നേച്ചി, ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊന്നും പൈസയൊന്നും കിട്ടൂല. കിട്ടുമെന്നാണല്ലോ നമ്മുടെ മണിച്ചേട്ടനെ മോള് മണിക്കുട്ടി പറഞ്ഞത്. എന്നാ പിന്നെ മണിക്കുട്ടിയോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ആഹാ, മോളെ, ഈ പ്രായത്തിൽ ഇത്രക്ക് ദേഷ്യമൊന്നും നല്ലതല്ലാട്ടാ. എടി, പത്മജയോടാണ് ഇതേപോലെ വർത്താനമൊക്കെ പറയണത്. ചേച്ചിയോട് സോറി ചോദിച്ചേ, ചോദിക്കി. ഞാൻ എന്തിനാണ് സോറി ചോദിക്കണത്? നീ ഞാൻ പറയണ ഇപ്പൊ കേട്ടാ മതി, പറയടി. സോറി. ആ, കുഴപ്പമില്ല മോളെ, സോറി ഒന്നും വേണ്ട. ഇവളിങ്ങനെയൊക്കെ മുഖം കറുപ്പിച്ച് ഓരോന്ന് പറയൂന്നുള്ളൂ, മനസ്സിലൊന്നും വെക്കൂല പത്മജേ. ക്ഷമിച്ചേക്ക്. അതെനിക്കറിയാലോ രേഖ ചേച്ചി. ഞാൻ ഈ കൊച്ചിന് ഇത്ര ഉള്ളപ്പോ തുടങ്ങി കാണണല്ലേ, എനിക്കറിയാ. ഞാൻ പോട്ടെ ഏട്ടാ, എന്നാലേ 2-3 വീട്ടിലും കൂടി കയറി പറയാനുണ്ടേ. ഇന്നാണൊന്നും സമയം കിട്ടിയത്. പോട്ടെ. ആ, ചെല്ല് ചെല്ല്, ഇടക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങട്ടാ. ആ, എടി, എന്തിനാടി നീ ആ പത്മജനെ വെറുപ്പിക്കാൻ നോക്കണത്? നിനക്കറിഞ്ഞൂടെ അവളുടെ സ്വഭാവം? വെറുപ്പിച്ച് കഴിഞ്ഞാൽ അവള് നമുക്ക് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെ മുന്നിൽ നാറ്റിക്കും അവള്. ആ, കണ്ടില്ലേ ലക്ഷ്മിയായിട്ട് പണ്ടെങ്ങാണ്ടും ചെറുതിലെ പിള്ളേര് തമ്മിലുള്ളൊരു തർക്കം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുടുംബശ്രീയിൽ എന്തോ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ തർക്കമായിട്ട് ലക്ഷ്മി പിരിഞ്ഞു പോയി. അന്നുള്ള വൈരാഗ്യം ഇപ്പൊ അവളുടെ മോളുടെ കേസ് അറിഞ്ഞപ്പോൾ തന്നെ വീട് മുഴുവൻ കയറി അവള് പറയണ കേട്ടാ. ആ, അതാണ്, അവളെ വെറുപ്പിക്കാൻ കൊള്ളൂല. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്രോഹിച്ചാല് അവള് ഞെക്കിക്കൊല്ലും. അതാണ് അവളുടെ സ്വഭാവം. അവളുടെ വായിൽ നാക്ക് കേട്ടാലേ മോന്ത ചെമരുമ്പോ ചേർത്തൊരെണ്ണം കൊടുക്കാൻ നമുക്ക് തോന്നും. പക്ഷെ ഞാനതൊക്കെ ക്ഷമിക്കും. അല്ലടി, നിനക്കെങ്ങനെ മനസ്സിലായി പത്മജി ഇങ്ങോട്ട് ഇന്ന് വരുന്നുണ്ടെന്ന്? അത് ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനവിടെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പാ അമ്മ വന്ന് എൻ്റെ വീഡിയോ എടുത്തായിരുന്നാ? എന്ത് എന്ത് അതെ, ഞാനവിടെ വീഡിയോ റൂമിലിരുന്ന് എടുത്തോണ്ടിരുന്നല്ല. അന്നേരം അമ്മ വന്ന് ഞാൻ വീഡിയോ എടുത്തായിരുന്നോന്ന്. പിന്നെ എനിക്കതല്ലേ പണി. ഇവിടെ അടുക്കള പണി കഴിഞ്ഞിട്ട് ഒരു നേരം ഇരിക്കാൻ നേരമില്ല. അപ്പോഴാണ് അവിടെ വന്ന് വീഡിയോ എടുക്കാൻ. നേരാമണ്ണ ഒരു ഫോട്ടോ പോലും എടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. നീ അന്ന് അക്ഷയ സെന്ററിൽ ചെന്നിട്ട് വിളിച്ചിട്ട് ആധാർ കാർഡിന്റെ ഫോട്ടോ അയക്കാൻ പറഞ്ഞ ഞാൻ എന്തോ പ്രാവശ്യം അയച്ചു. ഓ, തെറ്റി മങ്ങിപ്പോയി എന്നും പറഞ്ഞ് നീ എന്നെ കൊണ്ട് എത്ര പ്രാവശ്യം അയപ്പിച്ച്. ഫോട്ടോ എടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോഴാണ് വീഡിയോ. അപ്പൊ അതാരെടുത്ത വീഡിയോ ആയിരിക്കും? എൻ്റെ ഫോണിൽ വന്നെടുക്കുന്നുണ്ട്. വാട്സാപ്പിൽ നിന്നൊന്നും വന്നതല്ല. നിന്റെ വല്ല കൂതറ കൂട്ടുകാരികൾ അയച്ചിട്ടായിരിക്കും. അല്ലമ്മ, അവരാരും അയച്ചതല്ല. ഞാൻ നോക്കി, അവരാരും അയച്ചതല്ല. അതിനകത്ത് പറയണത് 6 മണിയാവുമ്പോ ആരോ വന്ന് വാതിലുമ്പോ മുട്ടൂന്ന്. അപ്പൊ വാതിൽ തുറക്കരുതെന്നാണ് അതിനകത്ത് കാണിക്കണത്. പിന്നെ ഇപ്പൊ പത്മജ ചേച്ചി പറഞ്ഞ ഡയലോഗും അമ്മ പറഞ്ഞ ഡയലോഗും ഞാൻ അതിനകത്ത് കണ്ട്. കേട്ടി, നിനക്ക് ഫോൺ നോക്കി നോക്കി വട്ടായ? ദേ ഇത് നോക്കി, ഇതാണ് ആ വീഡിയോ. ഇതിപ്പെടുത്ത വീഡിയോ ആണാ? കൊള്ളാട്ടാ, നല്ല രസമുണ്ട്. പത്മജയൊക്കെ എന്തൊരു ക്ലിയർ ആയിട്ടാ കാണുന്നത്. യോ, അത് പത്മജ പോണേന് മുമ്പ് കാണിച്ചെടുത്തെങ്കിൽ അവൾക്ക് നല്ല സന്തോഷമായേനെ. നല്ല വീഡിയോ.
എന്റെ പൊന്നമ്മ, ഇത് ഞാനെടുത്ത വീഡിയോ അല്ല. ഇതെങ്ങനെ എന്റെ ഫോണിൽ വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിലപ്പ ഞങ്ങൾ രണ്ടുപേരും പറയണ മാത്രമുള്ള വേറെ എന്തെങ്കിലും ഉണ്ടാ? ഇതെനിക്ക് അറിഞ്ഞൂടാ, ബാക്കി ഞാൻ കണ്ടില്ല. ആ എന്നാ നോക്ക് ഞാത്ത ബാക്കി എന്താണെന്ന്. അമ്മേ, അച്ഛന്റെ കയ്യില് ഗ്ലാസ്സിൽ എന്തെങ്കിലും കൊടുത്തായിരുന്നാ? ആ കുറച്ചു മുന്നേ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് നീ ഇങ്ങോട്ട് വന്നത്. എന്നാ അതിപ്പോ താഴെ വീഴും. ആ പറഞ്ഞിരുന്നില്ല, അതിന് മുന്നേ ഗ്ലാസ് താഴെ വീണിട്ടുണ്ട്. നീ ഇപ്പൊ പറഞ്ഞ് നിന്റെ കരുനാക്കായിന്ന് തോന്നുന്നുണ്ട്. എന്റെ പൊന്നമ്മയെ ഞാൻ കരുനാക്ക് വിളിച്ച് പറഞ്ഞോന്നല്ല, ഇതിനകത്ത് എല്ലാം ഈ വീഡിയോയിലുള്ളതാണേ. വീഡിയോയിൽ അതൊക്കെ ഉണ്ടാ? നീ നോക്കിയേ, അടുത്ത എന്തെന്നാണെന്ന് നോക്കിയേ. ഇല്ല, ഇത് ഇനി ഓണാവണില്ല. ഇടയ്ക്കിടയ്ക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. ഇത് ഇനി ഓണാവണില്ല കേട്ടാ, അനങ്ങണില്ല. ഷൂ, ഇത് വല്ലാത്ത തൊല്ലയല്ല. എന്താടി ആ വീഡിയോ പറഞ്ഞിരുന്നത്? അത് 6 മണിയാവുമ്പോ ആരോ വന്ന് വാതിലുമ്പോ മുട്ടു, അന്നേരം തുറക്കരുതെന്ന്. അതാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് പറഞ്ഞത്, 2-3 പ്രാവശ്യം പറഞ്ഞത്. എന്റെ തമ്പുരാനെ, നീ എന്നെ പേടിപ്പിച്ച് കൊല്ലോ. ഇപ്പൊ സമയം എത്രയേടി? 5:30 കഴിഞ്ഞ്. മനുഷ്യനെ സമാധാനം കളയാനായിട്ട് വന്നേ, അച്ഛനോട് പറയാം. ദേ, നിങ്ങൾ കേട്ടാ? ക്ലാസ് വീണ ഒച്ചല്ലേ, അത് കേൾക്കാതിരിക്കാൻ ഞാൻ പൊട്ടനൊന്നല്ല. അതല്ല എടി, പറഞ്ഞു കൊടുക്കടി. അച്ഛാ, ഞാൻ വീഡിയോ എടുക്കായിരുന്നു അവിടെ റൂമിലിരുന്നേ. എനിക്ക് പേടിയാവണ അച്ഛാ, ഇതുവരെ ആ വീഡിയോയിൽ കണ്ട എല്ലാം നടന്ന്. എന്റെ പൊന്നു മോളെ, വീഡിയോ കാണുന്നൊക്കെ നേരാവണമെന്നുണ്ടാ? ചിലതൊക്കെ നേരാവും, ചിലതൊക്കെ വെറുതെ ഇരിക്കൂടി. അല്ല അച്ഛാ, ഈ വീഡിയോയിൽ പറഞ്ഞേക്കണ പോലെ എല്ലാം നടന്ന്. ഇനി 6 മണിക്ക് ആരെങ്കിലും വന്ന് കൊട്ടുമ്പോ അത് കൊട്ടും, ഉറപ്പാണ്. ഇത്രയും പറഞ്ഞൊക്കെ നടന്നിട്ടുണ്ട്. എനിക്ക് പേടിയായിട്ട് ചെയ്യാ. മോളാ വീഡിയോ ഒന്ന് കാണിച്ചേ. ആ അയ്യോ അച്ഛാ, വീഡിയോ കാണാനില്ലല്ല. എടി ശരിക്കും നോക്കടി, നീ ഇപ്പൊ എനിക്ക് കാണിച്ചു തന്നല്ല അവിടെ വെച്ച്. ഇല്ലമ്മേ, ഇപ്പൊ അത് കാണുന്നില്ല. രണ്ടിനും വട്ടായി തോന്നുന്നു. എനിക്ക് പേടിയാവണ അച്ഛാ. എടി ആ ഫോണില് ശരിക്കും ഒന്ന് നോക്കിയേ. ഇല്ലമ്മ, ഇതിനകത്തൊന്നും കാണുന്നില്ല. ഇതൊക്കെ മനസ്സിന്റെ ഓരോരോ തോന്നലുകളാണ് മോളെ. മോളെപ്പോഴും വീഡിയോ ഒക്കെ എടുക്കണല്ലേ, അപ്പൊ അതിങ്ങനെ ആലോചിച്ചൊക്കെ ഇരുന്നപ്പോ ഓരോ തോന്നിയതായിരിക്കും. ഇല്ല, ഇതെനിക്ക് തോന്നിയതല്ല അച്ഛാ, ഞാൻ വീഡിയോ കണ്ടതാ. ഞാൻ അമ്മക്കും കാട്ടിക്കൊടുത്തതാണ്. ഞാനൊരു മിന്നായം പോലെ കണ്ടുള്ളൂ ട്ടാ. എന്തായാലും അത് പോട്ടെ, അത് മറന്നേക്ക്. 6 മണിയാവുമ്പോ ആരും വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ മറ്റേ 6 മണിക്ക് ആരെങ്കിലും വന്നിണ്ടാ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. അയ്യോ അച്ഛാ, എനിക്ക് പേടിയാണ്. കറക്റ്റ് 6 മണി. എടി, അത് ആരാണെന്ന് നോക്കണേന് കുഴപ്പമുണ്ടോ? തുറക്കാതിരുന്നാ പോരെ. എടി, അതെ കൊറിയറുകാരനാണെന്ന് തോന്നണം. നീ വല്ലതും ഓർഡർ ചെയ്തായിരുന്നോ? ഇല്ല അച്ഛാ, ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. എടി, തുറക്കട്ടെ ഞാൻ. വേണ്ട, പ്ലീസ് തുറക്കല്ലേ. എന്നാ പിന്നെ അയാൾ പോട്ടെ. പോയെന്ന് തോന്നണ്ട ചേട്ടാ. ഇനിയിപ്പോ വാതിൽ തുറന്നാ കുഴപ്പമൊന്നുമില്ല, അയാൾ പോയി തോന്നണം. അച്ഛാ സൂക്ഷിക്കണേ.
ആ മോളെ ഓ അയാളെ പോയെന്ന് തോന്നണം മോളെ. ജോമ്മേ അയ്യോ എന്താണത്? ഇടി അപ്പുറത്തെ വീട്ടിലെ തെങ്ങില്ലേ ഇങ്ങോട്ട് മറിഞ്ഞത് ഇവിടെ ഫ്രണ്ടിൽ വേണ്ടിട്ടാ. ദൈവമേ, ആ ഡെലിവറി ബോയ് വന്ന് കുട്ടിയപ്പോ നമ്മളെങ്ങാനും തുറക്കാൻ ചെന്നിരുന്നെങ്കിലില്ലേ എന്റെ ദൈവമേ, ഇപ്പൊ ചേട്ടന്റെ മേത്ത് അത് വീണേനെ. ഭാഗ്യം ദൈവമേ. ആ ശരിയാ അച്ഛാ, ഭാഗ്യം ഒന്നും പറ്റിയില്ല. നിങ്ങൾ ഇങ്ങോട്ട് കേറിയേ. ആ തെങ്ങിന്റെ മുകളിൽ ഒരു വലിയ കടന്നലൂട് ഉണ്ടായിരുന്നു. അത് ഇളകി വന്നതിന് മുമ്പ് വാരടച്ചേ. ആണാ? മോളുടെ വീഡിയോ പറഞ്ഞ പോലെ വാതിൽ തുറക്കാതിരുന്നത് നന്നായി അല്ലേ ഏട്ടാ? ആ അതെ അതെ. ഓ മരുന്ന് കഴിക്കാൻ നേരമല്ല. എടി നീ ആ ഫോൺ അവിടെ എവിടെയെങ്കിലും വെക്ക്. ഏത് നേരവും കയ്യിലുണ്ടാവും ഫോൺ. ഷോ നിഹാരിക, ഇത് ഞാനാണ്. 5 വർഷത്തിന് ശേഷമുള്ള നീയാണ്. ആ അപകടത്തിൽപ്പെട്ട് അച്ഛനെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. എനിക്കൊരു അവസരം കിട്ടി ഈ വീഡിയോയിലൂടെ നിന്നത് അറിയിക്കാൻ.